10 year വെയിറ്റിംഗ് വെച്ചാ 10 വർഷം ഞാൻ US പോവാ. അച്ഛന് പേടിക്കണ്ട. ഇന്നിപ്പോ 3 ദിവസമായി കാണാനില്ല. മുഖം കണ്ടായിരിക്കും മതി, വേറെ ഒന്നും പറ്റ. എന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഏതു പേരൻസ് വരാൻ പാടില്ല. ഒന്നിരുട്ടി വെളുത്തപ്പോൾ ജീവിതം ഇരുട്ടിലായ മനുഷ്യർ, ഉറ്റവരെ തേടി ഉള്ളുപൊട്ടി ഉറക്കമില്ലാതെ പരക്കം പായുന്നവർ. കേരളത്തിൻ്റെ നെഞ്ചു നീറുകയാണ്. കയ്യിൽ പിടിച്ചുറങ്ങിയിരുന്ന കൂടപ്പിറപ്പുകളെ കയ്യകലത്തിൽ നഷ്ടമായത് ഒന്നല്ല, ഒട്ടനേകം പേർക്കാണ്. കണ്ടുകിട്ടുമോ എന്നറിയില്ല. പ്രതീക്ഷയുടെ നൂൽപ്പാലം മാത്രം. മകളെ തേടി, അമ്മയെ തേടി, അച്ഛനെ തേടി, സഹോദരങ്ങളെ തേടി ദുരന്തഭൂമിയിൽ നിലവിളിക്കുകയാണവർ. ശക്തമായ കാറ്റ്, ഹെലികോപ്റ്റർ വരില്ല, നമ്മളെ ഹെലികോപ്റ്റർ വരുമ്പോൾ പിട്ടുപിട്ടുന്ന ഒരു ശബ്ദം ഉണ്ടാവില്ല. ഒരു മേഘസ്ഫോടനമാണ്, എന്താറില്ല. തുറന്നപ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവിക്കാൻ പോവാണ്. അപ്പോൾ ഞാനും വീടുകൾ എണിക്കടി എണിച്ച് അമ്മോസനും കുട്ടി എൻ്റെ താഴെ, തൊട്ട് താഴെ, ഇവിടുന്ന് ഇത്ര അടുത്ത്. അവരെ വിളിച്ച് കേൾക്കണില്ല. താഴ്ന്ന കുട്ടിയെ മണിക്കുട്ടിന്ന് വിളിക്കാം. മണിക്കുട്ടിയെന്ന് വിളിച്ചതായിട്ട് തൊട്ട പൊട്ടി സൗണ്ട് വരുന്നില്ല. ഞാൻ കണ്ടുകൊണ്ടിരിക്കണ സാറേ, 1 മണിക്ക് 1 മണി 1:30 എല്ലാം പോയി. താഴത്തെ തറവാട് പോയി. എൻ്റെ വീട് റോഡിൻ്റെ മേലെയാണ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2ാമത്തെ പൊട്ട് വന്ന് ഞങ്ങൾ കുട്ടികളെ പിടിച്ചിട്ട് മേലെ കയറിയോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. മേലെ കയറി അമ്മസനും കുട്ടി. പക്ഷെ അപ്പുറത്തെ മുബീനയും വേറെ കുട്ടി അടുത്ത വീട്ടിലത്തെ ചളിയിലിങ്ങനെ വന്നിട്ട് ഏട്ടാ വിളിച്ചപ്പോൾ കൈ പൊട്ടിട്ട് ഒരു അടുത്തുള്ള പെണ്ണ് ഒരു കുട്ടീനെ അങ്ങനെ പിടിച്ചിട്ട് ആ കുട്ടീനെ പിടിച്ചപ്പോ രാത്രി വെളിച്ചെണ്ണ ഫോണിന്റെ വെളിച്ചത്തിൽ കൂടെ ഞാൻ ആ കുട്ടികളെ രണ്ടാളും ഹിംസലുണ്ട്. പറഞ്ഞു സാറേ, ഞാൻ കണ്ടില്ല. ഒരു കുട്ടി, 2 പെൺകുട്ടികൾ. മുബീന എൻ്റെ അയൽവാസിയാണ്. അവരവിടെ ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറയണേ, എനിക്കറിയില്ല. എൻ്റെ പെണ്ണുങ്ങളും അമ്മോസനും കുട്ടീനെ അപ്പുറത്താക്കി അവിടെ എത്തിയപ്പോൾ നേരെ വിളിക്കാനായി. പിന്നെ വണ്ടി വന്ന് ഞങ്ങൾ കൊണ്ടതാണ്. എൻ്റെ കുട്ടി 3ാമത്തെ ദിവസമാണ്. കൃഷ്ണന്റെ വീട് വെള്ളർമല സ്കൂളിന്റെ മുകളിൽ, സ്കൂളിന്റെ കുറച്ച് 300 മീറ്റർ മേലെ. കുട്ടീനെ ഫോട്ടുണ്ട് സാറേ. എനിക്ക് എസ്റ്റേറ്റ് പണിയാണ്. അപ്പൊ പേടിക്കണ്ട, സ്കൂളിൽ പേടിക്കണ്ട. എസ്റ്റേറ്റ് പണി എനിക്ക്. കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുക. 10 വർഷം അച്ഛൻ പണിയെടുത്താൽ മതി. അത് കഴിഞ്ഞാൽ ഞാൻ US പോകും. അച്ഛൻ 10 year വെയിറ്റിംഗ് പഠിച്ചോണ്ടിരിക്കുകയാണ്. അറിയില്ല. 10 year വെയിറ്റിംഗ് അച്ഛാ. 10 വർഷം ഞാൻ US പോവാ. അച്ഛന് പേടിക്കണ്ട. ഇന്നിപ്പോ 3 ദിവസമായി കാണാനില്ല. കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ, എല്ലാം കണ്ടുകൊണ്ടിരിക്കണ സാറ്. ഇതൊന്നല്ല, എൻ്റെ പരിസരം ഉണ്ടല്ലോ, എൻ്റെ വീടിൻ്റെ ഈ ചുറ്റുപാട് മാത്രം ഞാൻ ഒരു 100 ആളുടെ പേര് പറഞ്ഞുതരാം. 100 ആൾ മിസ്സിംഗ്, 100 ആൾ മരിച്ചതാണ്. ചുറ്റുപാട് മാത്രം
പിന്നെ മുണ്ടക്കായി മൊത്തം കുടുംബക്കാരും എല്ലാരും കൂട്ടുകാര്. ഞാൻ നാട്ടിൽ പോകാൻ പറ്റില്ല, മൊത്തം പോയി. എന്റെ സമ്പാദ്യ വീടൊക്കെ പോയിക്കോട്ടെ. ഒപ്പം കൂട്ടി ഭക്ഷണം കൊടുത്ത് കഷ്ടപ്പെട്ട് വളർത്തിയ കുട്ടികൾ പോയില്ല സാറേ. കുട്ടിയുണ്ട്, പെണ്ണുങ്ങളും. അവിടെ വീട്ടുകാരൊക്കെ ഇപ്പൊ എങ്ങനെ? വീട്ടുകാര് 3-4 പേര് പോയില്ലേ? 6 പേരാണ് മിസ്സിങ് ആണ്. അതിൽ 3 പേര് കിട്ടി. അളിയനും അളിയൻ്റെ ഭാര്യ ഒരു 8 വയസ്സ് മോളെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ മോള് 9 വയസ്സാണ്. ഇനി അമ്മോസനും ഒരു 67 വയസ്സും, ഇനി അമ്മയമ്മ 55 വയസ്സും. ഇനി 3 പേര് കിട്ടാണ്ട്. ഞങ്ങൾ 3 ദിവസമായിട്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ആംബുലൻസിലൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടണില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും എന്തെങ്കിലും വിവരം ഉണ്ടായാലും എൻ്റെ മോളെ 9 വയസ്സ് മോളാണ്, അനന്തികയാണ് പേര്. ഒന്ന് വിവരം അറിയിക്കണം. എൻ്റെ മുഖം കണ്ടാൽ മതി. ഇത്ര പറയാനുള്ളൂ. 3 ദിവസമായിട്ട് ക്യാമ്പിൽ നിൽക്കുകയാണ്. ഉറക്കമില്ലാതെ മോളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോളും 3 നേരം കിട്ടാണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കിട്ടിയില്ല. അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഞാൻ എരുമാട് അവിടെയാണ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് ഹൗസ് അവിടെ ചൂരമലയാണ്. ആ വെള്ളാർമല ഈ പ്രാവശ്യം ചേർത്തിയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെയായിരുന്നു. നിർബന്ധം കൊണ്ട് ഇവിടെ ചേർത്തിയതാണ്. ഇപ്പോൾ 2 മാസം ആയിട്ടുള്ളൂ. നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ തേടിയാണ്, ഒന്നും കിട്ടിയില്ല. ചാനൽക്കാർ കിട്ടിയാലും ഒന്ന് അറിയിക്കണം. മുഖം കണ്ടാൽ എനിക്ക് മതി, വേറെ ഒന്നും പറ്റ. എന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഏതും പേരൻസ് വരാൻ പാടില്ല. ഹൃദയം തകർന്നു പോവുകയാണ്. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയാൽ എത്ര മനക്കട്ടിയുള്ളവരുടെയും ഉള്ളുന്നുലയും. അതങ്ങനെയാണ്. ഈ ക്യാമ്പ് ഞാൻ രാവിലെ പറഞ്ഞു, ഉറഞ്ഞ സങ്കടങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു. ഇതുപോലുള്ള ആളുകളാണ് ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും കരഞ്ഞു പോകും. മനുഷ്യൻ ചിലപ്പോഴെങ്കിലും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. നിർവികാരരായി കണ്ടു നിൽക്കേണ്ടി വരും. മുണ്ടക്കയിലും ചൂരൽമലയിലും കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. ഞങ്ങൾ ഫസ്റ്റ് ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇത്രയും ഇതായിട്ട് വരുമെന്ന്. ഞങ്ങൾ വേറൊരു വീട്ടിലായിരുന്നു കിടന്നത്. പിന്നെ പെട്ടെന്ന് വാതിൽ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുമ്പോഴാണ് മൊത്തത്തിൽ ഫ്ലാഷായി വന്നത്. നടുവിൽ ഞങ്ങൾ പെട്ടും പോയി. എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പോയി തന്നെ ഞങ്ങൾ കരുതി. പിന്നെ ഇങ്ങനെ രണ്ടാമത്തെ പൊട്ടിയപ്പോഴാണ് ജസ്റ്റ് ഒന്ന് എന്തോന്ന് വന്ന് കുത്തിയപ്പോൾ വീട് ഇളകിയത്. അതിലൊന്നും പറ്റൂലല്ലോ പറഞ്ഞിട്ട് ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞത് സാരി, അൽമറത്തെ സാരിയൊക്കെ പിടിച്ച് കെട്ടി അങ്ങനെയൊക്കെ കഴിച്ചില്ലായിരുന്നു. ചേട്ടാ, അത് എന്താ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അവസ്ഥ വീടുമില്ല. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല, ഒരു രക്ഷയില്ല, എല്ലാം കഴിഞ്ഞു. നിങ്ങൾ വീട് വെച്ചതായിരുന്നു? പുതിയ വീട് വെച്ച ലൈഫ് ലോണും എടുത്തിട്ടുണ്ട്. ലൈഫിൽ കിട്ടിയതാണ്, കൂടാൻ പറ്റില്ല. ഒരു 25 ലക്ഷം ലോൺ എടുത്തിട്ട് ലൈഫിൽ 4 ലക്ഷം റുപ്യ കിട്ടിയിട്ട് ബാക്കി ഞങ്ങൾ ആ പൈസ 25 ലക്ഷം ലോൺ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കെട്ടിയ വീട് ഞങ്ങൾ അടുത്ത മാസം കയറി കൂടാനുള്ളതാ. ഒന്നുമില്ല, മണ്ണ് മൂടിപ്പോയി. എവിടേക്കാ പോകുക? അവസ്ഥയാണ്. ഭർത്താവ് പണിക്ക് പോകില്ല. ഞാൻ എസ്റ്റേറ്റ് ജോലി എടുത്ത് കഴിയണത്. ഇനി ഞങ്ങൾ എവിടേക്കാ പോവുക? ഒന്നുമില്ലാത്തടത്ത് സർക്കാരിൻ്റെ ഫണ്ട് കിട്ടിയിട്ട് ഇവർ ആരോടൊക്കെ കടം വാങ്ങി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എങ്ങനെയൊക്കെയോ ഒരു വീട് തല്ലിക്കിട്ടും. വർഷങ്ങളായിട്ട് ഇവിടെ എസ്റ്റേറ്റ് ജോലി എടുത്ത ഒരാൾക്ക് ഒരു വീട് കെട്ടലൊന്നും നടക്കൂല. മകൻ ഗൾഫിൽ പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്, ഗൾഫിലാണെങ്കിൽ അവന് പറയത്തക്ക ശമ്പളം ഒന്നും കാര്യമില്ല. ഉള്ളത് കൊണ്ട് അയച്ചു കൊടുത്ത് ലുപ്പിതിച്ച് പിടിച്ചൊരു വീട് കയറ്റിയവർ. സ്ഥലം അവരുടെ തറവാട്ട് സ്വത്ത് കിട്ടിയ. നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരെ മിസ്സായിട്ടുണ്ട്? 5 പേര് പോലും 2 പേര് കിട്ടിയിട്ടില്ല, 3 പേര് കിട്ടിയിട്ടില്ല. കിട്ടി.
ഇന്നോളമുള്ളതെല്ലാം കൊന്നെടുത്തുപോയി. ഒരു മനുഷ്യായുസിൻ്റെ അധ്വാനം ഒറ്റ നിമിഷം കൊണ്ട് അടയാളം പോലുമില്ലാതായി. സർവ്വതും നഷ്ടമായി. മേപ്പാടി ക്യാമ്പിലെ വരാന്തയിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ് ചിലർ. ഉയിര് തിരികെ കിട്ടിയെങ്കിലും ഉയിരോളം സ്നേഹിച്ചതെല്ലാം ഉരുളെടുത്തവർ. എൻ്റെ ചെറിയമ്മൻ്റെ മോൻ പോയി രക്ഷിക്കാൻ പോയതാണ് അവൻ. ഫസ്റ്റ് പൊട്ടവൻ രക്ഷിച്ച് കുറെ ആൾക്ക് കഴിഞ്ഞ്. രണ്ടാമത്തെ പൊട്ട് പ്രജീഷ്. രണ്ടാമത്തെ പൊട്ട് പൊട്ടിയുമ്പോൾ വെള്ളം കൂടുതൽ വന്ന ശേഷം അവനക്ക് പിടിത്തം കിട്ടിയില്ല. അപ്പൊ ഒരുത്തും വിളിച്ചു പറയാൻ എന്നെ രക്ഷിക്കുക പ്രതീക്ഷ കാരണം അങ്ങനെയാണ് അവൻ അവിടെ പോയത്. പോകുന്ന സമയത്താണ് അവൻ പോയത്. ഇവിടെ ഫാക്ടറിന്റെ അവിടെ കോട്ടേഴ്സിൽ ഞങ്ങളെ ഫീൽഡ് ഓഫീസർ ഉണ്ടായിരുന്നു, ഒരു കുടുംബം. പിന്നെ ഞങ്ങളെ ഫാക്ടറിയിൽ ഒരു ഇയാളുണ്ടായിരുന്നു, ഒക്കെ പോയി ഞങ്ങള്. അങ്ങനെ ഞങ്ങള് ഫീൽഡ് ഓഫീസർക്ക് പോയി. കൂട്ടുകാരി ഗീത, അവള് പറഞ്ഞു ഞങ്ങൾ സേഫാണ്, നിങ്ങൾ സേഫാണോ ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പൊട്ടിന് അതുവരെ ഫോൺ എടുത്തിട്ടുണ്ട്. ഞാൻ കുറെ കരഞ്ഞ് എല്ലാവരും വിളിച്ച് നിങ്ങൾക്ക് എവിടെയാ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ കാര്യം വിളിച്ച് അവരിങ്ങോട്ടും ചോദിക്കണ്ടായി. അപ്പൊ അവര് സേഫാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ആ കോട്ടേജിൽ നിന്ന് അവര് ഒഴുകിപ്പോയത്. അവളെ അമ്മയും അവളും അങ്ങനെയും പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയായി. എന്താണ് സംഭവിച്ചതെന്നോ എങ്ങനെ അതിജീവിച്ചെന്നോ പലർക്കും ഓർമ്മയില്ല. ആരുടെയൊക്കെയോ രക്ഷാകരങ്ങൾ അവരെ തേടിയെത്തി. കഴുത്തൊറ്റം ചെളിയിൽ നിന്നും കടന്നുകൂടിയവർ, കുത്തൊഴുക്കിലും പിടിവള്ളി കിട്ടിയവർ. അമ്പരപ്പിക്കുന്ന അനുഭവങ്ങളാണ് പലതും. എൻ്റെ വീട് കോളേരിയാണ്. കോളേരി അവൻ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതാണ്. സുഹൃത്തിൻ്റെ കുടുംബം തന്നെ മൊത്തം തന്നെ ആ അപകടത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങുമായിരുന്നു. അപ്പം ഞങ്ങൾ മൊത്തം വീട്ടിൽ 7 പേരുണ്ടായിരുന്നു. അപ്പം ഞാനും അവനും കൂടെ ഒരുമിച്ച് ഒരു കട്ടിലയിലെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. കാര്യം ഞങ്ങളെ ഒന്നും അറിഞ്ഞില്ല. ഞങ്ങളെ ചെളിയും മണ്ണും കൂടെ വന്നിട്ട് എടുത്തുകൊണ്ട് പോയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. എനിക്ക് അവനൊന്നും തൊടാൻ പോലും പറ്റിയിട്ടില്ല. അവനെടുത്തിട്ട് കൊണ്ടുപോയി, എന്നെ കൊണ്ടുപോയി. അവര് വേറെ വഴിക്കൊണ്ടേ എന്നെ തിണ്ടിൻ്റെ അരികിൽ കൂടെ കൊണ്ടുപോയപ്പോൾ എനിക്കൊരു തുണിയിൽ പിടുത്തം കിട്ടിയതാ. ഞാനിട്ട് അവിടുന്ന് കയറിയിട്ട് ഞാൻ നടന്നു. ഫ്രണ്ടിലൊരു കമ്പ് കഷ്ണം കിട്ടിയപ്പോൾ കമ്പ് മുന്നിലോട്ട് കുത്തി നടന്നിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാക്ടറി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ പോർഷനകത്താണ് ഞാൻ കയറി നിന്നത്. എന്നിട്ട് അവിടുന്ന് ഒരു 4 ഓട് ഇളക്കിയിട്ട് അവിടുന്ന് വലിഞ്ഞു കയറി ആ ബിൽഡിങ്ങിൻ്റെ പൊക്കത്ത് കയറി, ഓടിൻ്റെ പൊക്കത്ത് കയറിയിട്ട് പടിയിലിരിക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. ഫ്രണ്ടിൽ നിന്ന് ലൈറ്റൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര ലോങ്ങാണ്, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ബേക്കിൽ നിന്ന് ഫ്ലാഷ് വന്നപ്പോൾ ഞാൻ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് അവർ വന്ന് റിസ്ക് ചെയ്യുന്നത്. എന്നിട്ട് നേരെ ക്യാമ്പിലോട്ട് കൊണ്ടുപോയായിരുന്നു. പെട്ടെന്ന് തന്നെ കൊണ്ടുതന്നെ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ വീട്ടിലുള്ളവരൊന്നും കിട്ടിയിട്ടില്ല, എനിക്കറിയത്തില്ല. പോയി തേയില ഫാക്ടറിയുടെ മേളിലേക്ക് വലിഞ്ഞു കയറി. തൊട്ടടുത്ത് തന്നെ വേറൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഓടിട്ടെ. അപ്പം പെട്ടെന്ന് എനിക്ക് രണ്ടാമത് ഉരുള് കിട്ടുമെന്നുള്ള പേടിയായി. വെള്ളം വന്നാൽ തന്നെ ഇന്നെ കൊണ്ടുപോകുന്നുള്ള പേടിയിൽ ഞാൻ കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വലിഞ്ഞു കയറി മേളിലോട്ട് എത്തിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഹെൽപ്പ് ചോദിക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് 3:30 അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. എന്നാലും റോഡിൽ ഫുള്ളും വെള്ളമാണ്. എന്നാലും അങ്ങനെയൊക്കെ നീന്തി വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ വേഗം അങ്ങോട്ട് കാട്ടുകൂടെ കയറി, കാട്ടുകൂടെ കയറിയിട്ട് താഴെക്കൂടെ അങ്ങോട്ട് ഇറങ്ങി. അവിടെ പോയി നോക്കുമ്പോൾ പിന്നെ തോട്ടിലും വെള്ളമാണ്. അവിടെ ഞങ്ങൾ നിന്നു, മയത്ത് തന്നെ ഞങ്ങൾ നിന്നു. മലവെള്ളം ആർത്തലച്ചൊഴുകുന്നതിനിടെ ഏതോ ഒരു നിമിഷം ജീവിതത്തിലേക്ക് വെളിച്ചം കിട്ടിയ ചിലരുണ്ട്. ജീവിതത്തിലെ വെളിച്ചമായിരുന്നവർ നഷ്ടമായവരുണ്ട്, ഒറ്റയ്ക്കായവരുണ്ട്. ഇന്ന് 3-ാം പക്കം മുന്നിൽ തെളിഞ്ഞത് ദുരന്തത്തിൻ്റെ അതിതീവ്രമുഖമാണ്. ഞങ്ങൾ താമസിച്ച കോട്ടേഴ്സ് മുഴുവൻ പോയി. ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, വേറെ ബൈക്ക് ഞങ്ങൾ
ഒരുക്കി കൂട്ടി വെച്ച എല്ലാം പോയി. ഒന്നുമില്ല ഞങ്ങൾക്ക് ഇനി ഒരേട്ടനെ ഇനിയും കിട്ടാനുണ്ട്. ഏട്ടൻ്റെ മോനെ കിട്ടി. ബാക്കി ഞങ്ങളെ നാട് മൊത്തം ഞങ്ങളെ ചതിച്ച് എല്ലാം പോയി. ഇനി അങ്ങോട്ട് എന്തെന്നുള്ളത് ആണ് പ്രശ്നം. ഇനി ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളെ പ്രദേശം മൊത്തം പോയി, മണ്ണിടുന്ന എല്ലാം പോയി. മണ്ണ് എല്ലാം വന്ന് പിന്നെ ഉണ്ടാക്കാത്ത മണ്ണ്, മരങ്ങളും കല്ലുകളെല്ലാം വന്നിട്ട് നമ്മളെ വീടിൻ്റെ മേലെയാണ് ഉള്ളതെല്ലാം. നമ്മുടെ വീട് അടിയിലുമായി മണ്ണുകളൊക്കെ വന്നിട്ട് മേലെ ആയിട്ട് അവിടുന്ന് അത്ര ബോഡികളൊക്കെ കുറേ എടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ അവിടുന്ന് ആ ഒച്ച കേട്ട് നമ്മൾ എല്ലാം കയറി നമ്മൾ കുന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ രസപ്പെട്ടതാണ് ഓടിയിട്ട് ഞങ്ങളിനി. ജീവനും കൊണ്ട് ഓടുമ്പോൾ തൻ്റെ കളിക്കൂട്ടുകാരിയെ രക്ഷിക്കാൻ ശ്രമിച്ച മെഹ്നയെ പോലുള്ളവരുടെ കഥകളുമുണ്ട് ഈ കൂട്ടത്തിൽ. ഞങ്ങളിറങ്ങി ഓടുമ്പോൾ മോളെൻ്റെ കൈ വിട്ടിട്ട് ഓടിയതാണ്. അവളെ കൂട്ടുകാരിനെ കൂട്ടാന്ന് പറഞ്ഞിട്ട് ഇതിന് വെള്ളം വന്ന് കൊണ്ടുപോയി. എനിക്ക് പിടുത്തം കിട്ടിയില്ല. മോൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റൂല പോയി തന്നെ വിചാരിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ മോള് നിന്ന സ്ഥലമൊക്കെ ഒന്നായിട്ട് മൂടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ പെട്ടുപോയി നമ്മൾ വിചാരിച്ചു. പിന്നെ കുറേ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അറിയണേ. പിന്നെ ആരോ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് പറഞ്ഞു. കൂട്ടുകാരിനെ കിട്ടിയിട്ടില്ല. മോള് രക്ഷപ്പെട്ട് ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ, ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, മധുരം പകർന്നു നൽകാനായി. ചൂരൽമല സ്കൂളാണ് ഈ കിടക്കുന്നത്. ഇത് മൊത്തം പൊയ്ക്കണതാക്കണേ. വെള്ളാർമല സ്കൂളിൽ ഇന്ന് ബാക്കിയുള്ളത് അസ്ഥികൂടം പോലുള്ള ഈ കെട്ടിടങ്ങളാണ്. അതൊക്കെ പോയി. എൻ്റെ അമ്മ ഇവിടെ പഠിച്ചും ചിരിച്ചും കളിച്ചും നടന്നിരുന്ന കുരുന്നുകളിൽ പലരും ഇനിയൊരു ഹാജർ പറയാനുണ്ടാകില്ല. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും പ്രിയ ശിഷ്യരുടെ വിയോഗം താങ്ങാനാകുന്നില്ല അധ്യാപകർക്ക്. എന്തു പറയാനാ സാറേ, ഒരാൾക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ, ഒരു അധ്യാപകനും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഞങ്ങളുടെ മനസ്സൊക്കെ ഇപ്പോൾ കല്ലുപോലെ ആയിരിക്കുകയാണ്. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, വേണ്ടാത്തവരായിട്ട് ഒരാൾ പോലും ഇല്ല. അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ച നാട്ടുകാരാണ്. ഞങ്ങൾക്ക് അവിടെ അവരെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ്, രക്തബന്ധുക്കളാണ്. ഏത് വീട്ടിലും ഞങ്ങൾക്ക് ഏത് സമയത്തും കയറിച്ചില്ല. ജോലിയായിട്ടല്ല ഞങ്ങൾക്ക് ഇത്രയും 10-18 കൊല്ലം അനുഭവപ്പെട്ടത്. ഞങ്ങൾക്കൊരു കടയിൽ ചെന്ന് ചായ കുടിക്കാൻ പറ്റത്തില്ല. കടയിൽ കയറി ചായ കുടിച്ച് ആരെങ്കിലും പൈസ കൊടുത്തിട്ട് പോകും. ബസ് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ വന്ന് ചുരമല അങ്ങാടിയിൽ നാട്ടിൽ നിന്ന് വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാഗ് വന്ന് എടുത്തുകൊണ്ട് പോവാണ്. സാറേ, ഞങ്ങൾ ആ വഴിക്ക് അങ്ങോട്ട് വെച്ച് അത്രയ്ക്ക് ഞങ്ങൾ സ്നേഹിച്ച നാട്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു അത്. അവിടുത്തെ ജനങ്ങളെല്ലാം അത്രയും നിഷ്കളങ്കരായിരുന്നു സാറേ. അവിടുത്തെ കുട്ടികൾ അത്രയും സ്നേഹനിധികളായ കുട്ടികളായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ മൊത്തത്തിൽ തുടച്ചു നീക്കാനാണ് അത് അങ്ങനെ ആക്കിയത് എന്ന് അറിയില്ല. ഇനിയില്ല, ഞങ്ങൾക്ക് കഴിയില്ല അങ്ങോട്ട് പോകാനോ. കാരണം എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, നമ്മളെല്ലാവരും അറിയുന്നവരാണ്. ഞങ്ങളുടെ അവരെ മക്കളെ ഞങ്ങളങ്ങനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം മറ്റ് ട്യൂഷൻ സെൻ്ററുകൾ, മറ്റ് പഠന സൗകര്യങ്ങളൊന്നും അവർക്കില്ല. അപ്പം അവർ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ അവർ കൂടപ്പിറപ്പാണ്. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. സ്കൂളിൻ്റെ വാർഷികം വന്നപ്പം ഓരോ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ അധ്യാപകരും നാട്ടുകാരും ഒക്കെ ഒരേ യൂണിഫോമിൽ ഒരു ഡ്രസ് കോഡൊക്കെ ഇട്ട്
അപ്പോൾ ആ വാർഷികത്തോട് ചേർന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. പക്ഷെ അതിങ്ങനെയൊക്കെ ആകും എന്ന് വിചാരിച്ചില്ല സാർ. എല്ലാം അറം പറ്റിയ വാക്കുകൾ പോലെ ആയിപ്പോയി. മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. മുണ്ടക്കൈയിൽ ഇന്നൊരു മരവിപ്പ് മാത്രമാണ്. മണ്ണിനടിയിലെ മനുഷ്യ ശരീരങ്ങൾ തേടി മുറിവേറ്റ മനസ്സുമായി രക്ഷാസംഘം തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുണ്ടക്കൈയിലേക്ക് പോകുന്ന സ്ഥലത്തിനടുത്തൊക്കെ തന്നെ ഒരു ദുരന്തത്തിന്റെ കുറെ അവശേഷിപ്പുകൾ നമുക്ക് കാണാം. കണ്ടോ, ഒരു ബൈക്കൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇടയിൽ ഒരുപാട് ഗ്യാസ് കുറ്റികൾ, പാത്രങ്ങൾ, ഡപ്പകൾ, അങ്ങനെ ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരുപാട് കെട്ടിടങ്ങൾ, വീടുകൾ ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പുതപ്പുകൾ, ഒരുപക്ഷെ പലരും ഈ പുതച്ച് കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കാം ഇങ്ങനെ ഒരു വലിയ ടൺ കണക്കിന് മണ്ണ് അവരുടെ മേൽ പതിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നുണ്ടാവുക. മുണ്ടക്കൈയിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ ഇപ്പോൾ മുന്നോട്ട് നീക്കുകയാണ്. ഇവിടെ ഒരു 200 വീടുകളുണ്ടാവും, കുറെ കോട്ടേഴ്സുകളും, ഒരുപാട് വീടുകളുണ്ട് ഇവിടെ. ഇനി ഒരുപാട് പേരെ കിട്ടാനുണ്ടല്ലോ, ഇനിയും കിട്ടാനുണ്ട്. ഈ സുദേവൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ വീട്, സുദേവന്റെ വീട് തന്നെയാണുള്ളത്. എത്ര പേരുണ്ടായിരുന്നു അവിടെ? 6 പേരാ തോന്നുന്നുണ്ടായത്. എത്ര പേരുടെ കിട്ടി പറഞ്ഞാൽ ഇന്നിപ്പോ ഒരു അമ്മനെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അത് സുദേവന്റെ അമ്മ തന്നെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നു. നമുക്ക് അറിയുന്നില്ലല്ലോ, വാന്തി കൊണ്ടുപോകല്ലേ. ഏകദേശം 1 കിലോമീറ്റർ മേളിലുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ മലയുടെ മേളിൽ നിന്നാണ് ഉത്ഭവിച്ചേക്കുന്നതാണ് പറയുന്നത്. അപ്പം നോക്കിയിട്ട് എത്തുന്നില്ല. ഇനി മേളിലേക്ക് 50ഓളം ഫാമിലി ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് അതിന് ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം അവിടെ ഇല്ല. ഒരു ചെങ്കുത്തായ ഭാഗങ്ങളാണ് അവിടെ. ഒരു നല്ല കയറ്റമാണ്. ഇപ്പോൾ നമുക്ക് ഓടി മാറാനുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ല. ദുരന്തത്തിന്റെ ബാക്കിയായി ഇങ്ങനെ ഒറ്റപ്പെട്ടവരിൽ ഇവരും പെടും, ഈ ജീവികളും പെടും. ഇപ്പോൾ കുറെ പോത്തുകൾ, അതോടൊപ്പം തന്നെ കോഴികൾ, ആടുകൾ, അങ്ങനെ നിരവധി ജീവികൾ പല സ്ഥലങ്ങളിലായി പെട്ടുകിടക്കുന്നു. അത് അവരുടെ ഉടമസ്ഥരൊക്കെ എവിടെയാണെന്ന് അറിയില്ല. അവരൊരു പക്ഷേ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ എന്നേക്കുമായി തന്നെ മാഞ്ഞു പോയിട്ടുണ്ടാകാം. ബോഡി തരാൻ വന്നപ്പോൾ വീട്ടുകളോട് കെട്ടിട്ട നിലയിലായിരുന്നു. അവനെ ഞങ്ങൾ ഇതിന്റെ ആളുകളെ വിളിച്ച് അന്വേഷിച്ചിട്ട് ഇത് അയച്ചുവിടാൻ പറഞ്ഞു. അയച്ചുവിടാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ അയച്ചു വിട്ടതാണ്. അല്ലാണ്ട് ഇവര് വിശന്ന് നിൽക്കല്ലേ, അപ്പൊ ഞങ്ങൾ തന്നെ അയച്ചു വിട്ടതാണ് ഇവരെ. ദുഷ്കര പാതകൾ താണ്ടാൻ കൈത്താങ്ങായുണ്ട് നമ്മുടെ സൈന്യത്തിന്റെ കൈക്കരുത്ത്. നൂറ്റി 50ഓളം ട്രൂപ്സ് നമ്മൾ തിരുവനന്തപുരത്ത് യൂണിറ്റുകളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു പാലം ഡൽഹിയിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആർമി ഹെഡ് ക്വാർട്ടറാണ് അത് പാലം അയച്ചത്. 3 റെസ്ക്യൂ ഡോഗ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതും എയർലിഫ്റ്റ് ചെയ്താണ് കൊണ്ടുവന്നത്. ഇനി നമുക്ക് ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് എക്യുപ്മെന്റ് ഉപയോഗിച്ച് അവരെ പുറത്തെടുക്കുക, അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് റിട്രീവ് ചെയ്യുക. ഇതാണ് നമ്മുടെ ചലഞ്ച്. മുണ്ടക്കൈയിലേക്കുള്ള വഴിമുടക്കി നിറഞ്ഞൊഴുകിയ പുഴ കടക്കാൻ ഇനിയുണ്ടൊരു പാലം. ഇതാ ബെയിലി പാലത്തിലൂടെയുള്ള ആദ്യത്തെ വാഹനം. ബെയിലി പാലത്തിലൂടെയുള്ള ആദ്യത്തെ വാഹനമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു മെഡിക്കൽ ആംബുലൻസ് ആണ്.
അശോക് ലൈലാൻഡിൻ്റെ ഒരു ആംബുലൻസ് വാഹനം ഇതാ ബെയിലി പാലത്തിലൂടെയുള്ള ആദ്യത്തെ വാഹനം ഇപ്പോൾ സഞ്ചരിക്കുകയാണ്. സൈനികരുടെ മൂന്നാം ദിനം മുണ്ടക്കയിൽ കണ്ടെടുത്തത് നിരവധി മൃതദേഹങ്ങളാണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇന്നലെ തന്നെ ചെറിയ ചെറിയ തോതിൽ ദുർഗന്ധം നമുക്ക് സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത് കൂടുതലാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഇനിയും മൃതദേഹങ്ങളുണ്ട് എന്നുള്ളതാണ്. ദൗത്യം വേഗത്തിലാക്കി പുഴ കടന്നെത്തിയ മണ്ണുമാന്തികൾ. വീടുകളുടെ കുമേൽക്കൂര മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല, എല്ലാം നിലം പതിച്ചിരിക്കുക. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു നായ അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ മണം വന്നുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ വണ്ടി വലിക്കുന്നത്. പടമെല്ലാം കൊണ്ടുവന്നെല്ലാം പൊട്ടിപ്പോയി. കാരണം എത്ര പടം 3-4 പടം എടുത്തത്, ആ പടമെല്ലാം നമ്മളെടുത്തതെല്ലാം പൊട്ടിപ്പോയി. വഴി നീളെ കിടക്കുന്നുണ്ട് കുന്നോളം ഉയരമുള്ള പാറക്കഷ്ണങ്ങളും പല പല പ്രതിസന്ധികളും. അത് വകഞ്ഞുമാറ്റി രക്ഷാസംഘം മല കയറിയെത്തി പുഞ്ചിരിമട്ടത്ത്. ഇളക്കം തട്ടി ഇരച്ചിറങ്ങിയ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ. ഞാനിപ്പോൾ മുണ്ടക്കയിൽ നിന്ന് കുറച്ചുകൂടി തീവ്രത കൂടിയ പുഞ്ചിരിവട്ടം എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കൂന കണക്കെ മല പൊട്ടി വീണ ഒരു സ്ഥിതി നമുക്ക് അതിന്റെ ഉത്ഭവം അവിടെ അറ്റത്ത് കാണാൻ കഴിയും. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചാല് പോലെ പൊട്ടി മല പൊട്ടി അടർന്ന് നിലത്തേക്ക് വീഴുന്ന അവസ്ഥ. ആ വലിയ ഒരു പ്രദേശമാകെ ഒന്നടങ്കം പ്രകൃതി ഇങ്ങനെ തുടച്ചെടുക്കുക എന്ന് പറയില്ലേ, അതിന് സമാനമായൊരു അന്തരീക്ഷമാണ്. ഇനി എന്ത്? സർവരക്ഷാകരങ്ങളുമായി ചുരം കയറിയെത്തിയ കേരളത്തിന്റെ നന്മ തന്നെയാണ് ആ ഉത്തരത്തിലേക്കുള്ള സൂചിക. പെറ്റമ്മയെ നഷ്ടമായി ദുരിതാശ്വാസ ക്യാമ്പിൽ തനിച്ചായി പോയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ വണ്ടി പിടിച്ചെത്തിയ അമ്മമാരുള്ളപ്പോൾ ചോദ്യത്തിന് ഒരു സംശയവുമില്ലാതെ ഉത്തരം എഴുതാം. ഇതും നമ്മൾ അതിജീവിക്കും.